മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള കോൺഗ്രസിലെ പോര് പുതിയ തലത്തിലേക്ക്. കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചാൽ കടുത്ത തീരുമാനവുമായി വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും രംഗത്തെത്തും എന്നാണ് സൂചന. ഇരുവരും മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആലോചിക്കുന്നു എന്നതാണ് വിവരം. അതേസമയം വി.ഡി. സതീശനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ബലം വരാനിരിക്കെ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം കൂടുതൽ പരസ്യമാകുന്നു. കെ.സി. വേണുഗോപാൽ എ.ഐ.സി.സി പിന്തുണയോടെ മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കാനുള്ള നീക്കം സജീവമായതോടെ സമ്മർദ്ദ തന്ത്രവുമായി രംഗത്തെത്താനാണ് വി.ഡി. സതീശന്റെ രമേശ് ചെന്നിത്തലയുടെയും തീരുമാനം. കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ മന്ത്രിസഭയിലേക്ക് ഇല്ലെന്ന് ഉറച്ച നിലപാടിലാണ് സതീശനും ചെന്നിത്തലയും. ഫലം വന്നാലുടൻ ഇക്കാര്യം ഇരുവരും ഹൈക്കമാൻഡിനെ അറിയിക്കും. യു.ഡി.എഫിന് ഭൂരിപക്ഷം ലഭിച്ചാൽ ഇക്കുറിയിൽ നിന്നും മത്സരിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താനാണ് കെ.സി. വേണുഗോപാലിന്റെ നീക്കം. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ഗ്രൂപ്പ് പോര് മുറുക്കുന്നതിനിടെ ഫ്ലെക്സ് വിവാദവും പാർട്ടിക്ക് തലവേദനയാകുന്നത്. മലപ്പുറം ജില്ലയിലെ തവനൂർ പെരുന്തല്ലൂർ ഭാഗത്ത് വി.ഡി. സതീശനെ നിയുക്ത മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചുകൊണ്ട് അനുയായികൾ ഫ്ലെക്സ് സ്ഥാപിച്ചു. എന്നാൽ കൊച്ചിയിൽ സതീശനെതിരെയാണ് ഫ്ലെക്സുകൾ ഉയർന്നത്. PR വർക്ക് അവസാനിപ്പിക്കുക മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്നാണ് കൊച്ചിയിലെ ഫ്ലെക്സിലുള്ളത്. കൊച്ചി ഇലക്ഷൻ VDS 2026 എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ചാറ്റുകൾ പുറത്തു വന്നതും വിവാദത്തിന് തിരികൊളുത്തിയിട്ടുണ്ട്. കെ.സി. വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന കെ. സുധാകരൻ, റോജി എം. ജോൺ എന്നീ നേതാക്കളെ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിക്കാൻ ഈ ഗ്രൂപ്പിൽ ആഹ്വാനം നടന്നതായാണ് ആരോപണം. സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും അന്വേഷണം വേണമെന്നും ദീപ്തി മേരി വർഗീസ്, MR അഭിലാഷ് തുടങ്ങിയ നേതാക്കൾ KPCC നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു. ഇതിന് പിന്നാലെ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കർശന നടപടിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നതോടെ കോൺഗ്രസിലെ ഈ അധികാര തർക്കം കൂടുതൽ സങ്കീർണമാകുമെന്ന് ഉറപ്പാണ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.